വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജ്ഞാനപുസ്തകത്തിൻ്റെ 18-ാം അധ്യായം ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുകയും ശത്രുക്കളെ ശിക്ഷിക്കുകയും ചെയ്ത സംഭവങ്ങളെ വിവരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ രാത്രിയിൽ സുരക്ഷിതരാക്കി. അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ദൈവം ഈജിപ്ത്യരുടെ ആദ്യജാതരെ നശിപ്പിച്ചു. അവരുടെ വീടുകളിൽ ദുഃഖം നിറഞ്ഞു. ദൈവത്തിൻ്റെ വചനം ശക്തിയായി പ്രവർത്തിച്ചു. അവൻ്റെ കൽപ്പനകൾ നടപ്പായി. ദൈവം തൻ്റെ ജനത്തെ രക്ഷിച്ചു. അവർ സന്തോഷത്തോടെ അവനെ സ്തുതിച്ചു. അവർ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധശക്തിയാലോ അല്ല, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനവും ഉടമ്പടിയും അനുസരിച്ച് തൻ്റെ വചനത്താൽ അവൻ ശിക്ഷകനെ ശാന്തനാക്കി. ജ്ഞാനപുസ്തകം 18-ാം അധ്യായം 22-ാം തിരുവചനം. ജ്ഞാനപുസ്തകത്തിൻ്റെ അവസാന അധ്യായം ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുകയും ശത്രുക്കളെ ശിക്ഷിക്കുകയും ചെയ്ത സംഭവങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ദൈവം തൻ്റെ ജനത്തെ സുരക്ഷിതമായി ചെങ്കടൽ കടത്തി കൊണ്ടുപോയി. അവർ സന്തോഷത്തോടെ അവനെ സ്തുതിച്ചു. ശത്രുക്കൾ പിന്തുടർന്നപ്പോൾ കടൽ അവരെ മൂടി. അവർ നശിച്ചു. ദൈവം തൻ്റെ ജനത്തെ കരുണയോടെ രക്ഷിച്ചു. അവർക്ക് സമാധാനവും സുരക്ഷയും നൽകി. പ്രകൃതിയിലെ ഘടകങ്ങളായ കടൽ, ഭൂമി, തീ, വെള്ളം ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിച്ചു. അവൻ്റെ ശക്തി പ്രകടമായി. കർത്താവെ, സ്വജനത്തെ അങ്ങ് എല്ലാറ്റിലും ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. എന്നും എവിടെയും അവരെ തുണയ്ക്കാൻ അങ്ങ് മടിച്ചില്ല. ജ്ഞാനപുസ്തകം 19-ാം അധ്യായം 22-ാം തിരുവചനം. വിശുദ്ധ ഗ്രന്ഥം 27-ാം പുസ്തകമായ ജ്ഞാനപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.